ശരി വലിയ ആവേശം തന്നെയാണ് ഇവിടെ. നാസിക്കോളൊക്കെ ഉണ്ട്, വലിയ നമ്മുടെ ഫാൻസിന്റെ ഷോ ആണ് നിൽക്കുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു റിലീസാണ്. അപ്പോ അത് ഫാൻസിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ചേട്ടാ എങ്ങനെയുണ്ട്? തീപ്പൊളി ആവേശം ഫാൻസ് പറയുന്നത്. വീണ്ടും കണ്ടു ആദ്യം കണ്ടിരുന്നോ? ഗംഭീര അനുഭവം ഫാൻസ് പങ്കുവയ്ക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നവരാണ്, തിയേറ്റർ ആഘോഷമാക്കി മാറ്റിയവരും കൂടിയാണ്. നമുക്ക് ഒരു പട തന്നെ വരുന്നുണ്ട് പിന്നാലെ. ചേട്ടാ എങ്ങനെയുണ്ട്? ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇത് FDFS ഇപ്പം ഈ രാവണപ്രഭു ഇപ്പം ഈ രാവിലെ കയറിയവർക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഒന്നും പറയാനില്ല. റീമാസ്റ്റർ വേർഷൻ തന്നെ പക്ക റീമാസ്റ്റർ. അടിപൊളിയാണ്. നമ്മുടെ ആവേശം ഇത്രയും നേരം കണ്ടില്ല. 24 വർഷങ്ങൾക്ക് ശേഷം പരമ്പരയാണ്. ഇപ്പോഴും നമ്മൾ അടിപൊളിക്കുകയാണ്. അന്ന് നമ്മൾ തിയേറ്ററിൽ അടിപൊളിച്ച്. ലാലേട്ടന്റെ പഴയ പടമായാലും പുതിയ പടമായാലും ഏതായിരുന്നാലും അടിച്ച് പൊളിച്ചിരിക്കും. ഒരു പുതിയ പടം ഇറങ്ങുന്നതിന്റെ ആവേശമുള്ളൂ ഈ ഒരു പടത്തിന്. ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ. അടിപൊളി തകർത്തിട്ട് പോയി. പഴയ പടമായാലും പുതിയ പടമായാലും നമ്മളില്ലാതെ ഒരു മോഹൻലാൽ ഫാൻസിന്റെ ആഘോഷമാണ്. നമ്മുടെ ജീവനാണ്, കൽവാണ്, നമ്മുടെ മുത്താണ്, നമ്മുടെ ഏട്ടനാണ് ലാലേട്ടൻ. അനന്തപുരിയുടെ താരചക്രവർത്തി ലാലേട്ടൻ. കൊച്ചിയിലുണ്ടാക്കിയ ആവേശം. കൊച്ചി തിരുവനന്തപുരം ലാലേട്ടന്റെ മണ്ണ്. അതൊക്കെ മേലെ ഒരുത്തനുമില്ല. ലാലേട്ടന്റെ കോട്ടയാണ്. അമ്മാതിരി ആവേശമാണ്. ഒരു പുതിയ പടം ഇറങ്ങുന്ന പോലെയാണ് ഇവിടുത്തെ ആവേശം. കണ്ടില്ലേ ഇതിനപ്പുറം എവിടെ കാണിക്കാൻ പറ്റില്ല. 2 തിയേറ്റർ ഹൗസുകളാക്കിയ വേറെ ഏതാ ജില്ലയുണ്ട്? 2 തിയേറ്റർ, 2 ബിഗ് സ്ക്രീൻസ്. 3 ആഘോഷങ്ങൾ. ഒന്ന് വിഷു, പിന്നെ ഓണം, പിന്നെ ലാലേട്ടന്റെ പടം. അതേ ഉള്ളൂ ഇവിടെ. കഴിഞ്ഞേ ഉള്ളൂ. തിരുവനന്തപുരത്ത് മാത്രമാണ് നിലവിൽ 2 ബിഗ് സ്ക്രീനുകൾ ഹൗസ്ഫുള്ള് കാണിച്ചത്. വേറെ ഒരിടത്തുമില്ല. അതാണ് ലാലേട്ടന്റെ തിരുവനന്തപുരത്തെ പവർ. തിരുവനന്തപുരം അന്ന് എന്ന് അണ്ണന്റെ ഉരുക്കില്ല, ഉരുക്ക് കോട്ട. തിരുവനന്തപുരത്തെ നോക്കി വളർത്തിട്ട് വരാൻ നിൽക്കേണ്ട. അത് ലാലേട്ടന്റെ നാട്, ലാലേട്ടന്റെ എക്സ്പീരിയൻസ്. 2001 ഇറങ്ങിയത് പടം 24 വർഷത്തിന് ശേഷം അതേ ആവേശം. വീക്ക് എന്നൊരു പടമാണ്. ആ വീക്കായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓരോ മൊമെന്റ്, ഓരോ ഡയലോഗ്, നമുക്ക് തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതായത് ഒരു സ്ഫോടനത്തിന്റെ അവസ്ഥയാണ് തിയേറ്ററിൽ ഫുള്ള്. അതായത് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതേപോലെ പീക്ക് എന്നെ പറ്റി പടം റിലീസ് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് സത്യം കൊണ്ടാട്ടം, ചോട്ടം എന്താണോ അതിന്റെ ഇരട്ടി ഇതിൽ കിട്ടിയിട്ടുണ്ട്. ലാലേട്ടന്റെ ആഘോഷം തിരുവനന്തപുരത്താണ്. കേരളത്തിൽ കൊച്ചിയിലല്ല, തിരുവനന്തപുരത്താണ്. ലാലേട്ടന്റെ കോട്ടയായ തിരുവനന്തപുരം. പുതിയ പടമായാലും പഴയ പടമായാലും തിരുവനന്തപുരംകാരാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ഗംഭീരം. കൊച്ചിയിലെ പടമല്ല, ലാലേട്ടന്റെ കോട്ടയല്ലേ. എങ്ങനെയുണ്ട്? വലിയ ആഘോഷം തന്നെയാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ആഘോഷമാണ് അത്. ആ തിയേറ്ററിലൊട്ടാകെ തന്നെ ഇവരെല്ലാവരും പിടിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്നോണം ലാസ്റ്റ് ടോളൊക്കെ വെച്ചിട്ട് ഒരു വലിയ പരിപാടി ഒരു വലിയ ആവേശം. മോഹൻലാൽ ആരാധകർ ഇവിടെ തീർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടെ ചേട്ടാ എങ്ങനെയുണ്ട്? എന്തിനു പറയണം, നിങ്ങൾ കണ്ടില്ലേ? മരിച്ച്
ആദ്യം റിലീസായപ്പോ കണ്ടിട്ടുണ്ടോ? 2001 പടം കണ്ടിട്ടുണ്ടോ? ഇല്ല, അമ്മ കൊച്ചല്ലേ, 2 വയസ്സ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചോട്ടാ മുംബൈയാണ്. അന്ന് ഇന്ന് കണ്ടിട്ടില്ല. ചോട്ടാ മുംബൈ ഇത് കുറച്ച് ക്ലാസ് അല്ലേ. ചോട്ടാ മുംബൈ അതല്ല, ഞാനെടുത്ത ഏത് പടമായാലും റിലീസിന് ഏതെടുത്ത് വെച്ചാലും റീവാച്ചിനുള്ള സാധനമുണ്ട്. അമ്മാതിരി ഫിലിമോഗ്രഫിയാണ് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെ വെല്ലായിട്ട് ഒരു പടം വരാൻ പോകണം. ഞാനൊക്കെ 2001 എന്റെ കുഞ്ഞുകാലിൽ കണ്ട പടമാണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട പടം രാവിലെ പ്രഭാവം തോന്നാം. അന്ന് ആഘോഷിക്കാൻ പറ്റുന്നത് ഇന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. 24 വർഷത്തിന് ശേഷം ഒന്നും പറയല്ല, അമ്മാതിരി അടിപൊളി. ആ ഒരു ആവേശമാണ് അവര് പറയുന്നത്. കാരണം പല പല രീതിയിൽ പറയുന്നുണ്ട്. അന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല, അന്ന് കാണാൻ പോലും പറ്റിയില്ല, ഇന്ന് പറ്റിയെന്നുള്ള ഒരേ ഒരു രാജാവ്. രക്ഷയില്ല. ട്വിസ്റ്റാണ്, ആരും പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റ് നല്ലോണ്ട്. ക്ലൈമാക്സ് ഒക്കെ പൊളി. 100 ഡേയ്സ് ആണ്, ഹെവിയാണ്. ലാലോട്ട് തകർത്തു. താങ്ക് യു. വൃഷഭ മോനെ സവാരി ഗിരിഗിരി, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. അടിപൊളി 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 നല്ല പടം. അതിനെക്കാട്ടി നന്നായിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടി അടിപൊളിയുണ്ട്. എന്തായാലും അടിച്ചു പൊളിച്ച് ലാലേട്ടന്റെ പടം റീ റിലീസ് ആയിരുന്നാലും ശരി, പുതിയ പടം ആയിരുന്നാലും ശരി, കണ്ടില്ലേ റീ റിലീസിന് ഏതെങ്കിലും പടത്തിന് ഇത്ര ആൾക്കാർ വരുന്ന കണ്ടിട്ടുണ്ടോ? രാവിലെ 7 മണിക്ക് 6 മണിക്ക് ഞങ്ങൾ വന്നാലേ 7 മണിക്ക് നമുക്ക് എന്തെങ്കിലും പടത്തിൽ ഷോയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് ഫാമിലി ഉണ്ടായിരുന്നു, കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ടായിരുന്നു. എന്തായാലും ലാലേട്ടൻ മലയാളികളുടെ അഹങ്കാരമാണ് ലാലേട്ടൻ. കൂടുതലൊന്നും പറയാനില്ല. ശരി, എന്തായാലും ആ ഒരു ആവേശത്തിൽ നിൽക്കാൻ നമുക്ക് 2-3 പ്രതികരണം കൂടെ ചുമ്മാ ചേട്ടാ ഒന്ന് ഓക്കെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനുമ്പേ ഫസ്റ്റ് കണ്ടായിരുന്നു. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓർക്കെ നല്ല ഇല്ല, ചെറിയ കുറച്ച് രംഗങ്ങൾ മാത്രം ഇല്ലാതായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാം അതിനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ആയി. സൂപ്പറായിരുന്നു. അന്ന് കണ്ടേക്കാളും സൂപ്പറായി ആയിട്ടുണ്ട്. അങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ഒരു റീ റിലീസ് കൂടിയാണ് രാവണപ്രഭു. നമ്മൾ കണ്ടതാണ് ആവേശം. ആ ആവേശത്ത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രീമിയർ ഷോയിൽ കണ്ടതാണ്. ഇതിന് എത്രയോ വലിയ ആവേശം. അപ്പോൾ ആ ഒരു ആവേശത്തിന്റെ പുറത്ത് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ ആരാധകർ എത്രയോ വട്ടം ടിവിയിൽ കണ്ട ഈ സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് കാണാൻ വേണ്ടി ഇരച്ചെത്തിയത്. ആ ഒരു ആഘോഷം മുഴുവനായിട്ട് അവർ തിയേറ്ററിൽ സ്ക്രീനുകളിൽ ലാലേട്ടനെ കണ്ടപ്പോൾ മുതലുള്ള ആവേശം അവർ ആഘോഷമാക്കി മാറ്റിയത്. ക്യാമറമാൻ അരുണോടൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 8.